കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന നേതാവ് ജി സുധാകരനെതിരായ പരാതി അന്വേഷിച്ചുകൊണ്ട് കമ്മീഷൻ നൽകിയ പാർട്ടി രേഖ പുറത്തു വന്നിരിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ എന്നിവരെ രൂക്ഷമായി സുധാകരൻ വിമർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും നടപടി ശുപാർശയും അക്കമിട്ട് പാർട്ടി രേഖ പുറത്തു വന്നിരിക്കുന്നത്. സുധാകരനെ വരിഞ്ഞു മുറുക്കാൻ ആലപ്പുഴ ജില്ലാ നേതൃത്വം നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് രേഖ പുറത്തു വന്നതെന്ന് കരുതപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാക്കൾക്കെതിരായ വിമർശനം തുടർന്നു കഴിഞ്ഞാൽ സുധാകരനെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടേക്കാനും സാധ്യതയുണ്ട്. സജി ചെറിയാൻ തന്നെ ഉപദേശിക്കാനായിട്ടില്ലെന്നും സൂക്ഷിച്ച് സംസാരിക്കണമെന്നും താൻ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ആർ നാസറിനെ പോലെയുള്ളവർ കുട്ടികളാണെന്നുമായിരുന്നു സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം. ഇതിന് പുറമെ അമ്പലപ്പുഴ MLA H. സലാമും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു. തുടർന്നാണ് രേഖയും പുറത്തു വന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് രേഖയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജി സുധാകരന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണ്ട വിധം വിനിയോഗിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നും അതിൽ പറയുന്നുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിന് മതിയായ തുക നൽകിയില്ല എന്ന് മാത്രമല്ല, ലഭിച്ച ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചതോടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള പണം കടമെടുക്കേണ്ടി വന്നു എന്നും അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി H. സലാമിന്റെ പേര് സുധാകരൻ തന്നെയാണ് മുന്നോട്ട് വെച്ചതെന്നും അതിൽ പറയുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വവും പേര് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയതോടെ സുധാകരന്റെ ഭാവം മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. H. സലാം SDP-കാരനാണെന്ന പ്രചാരണത്തിൽ സുധാകരൻ മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ ദോഷം ചെയ്യുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. മണ്ഡലത്തിലെ ചുമതലക്കാരനെന്ന നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പാർട്ടിക്ക് വലിയ വിജയം ഉണ്ടായില്ല എന്ന പ്രതികരണം അദ്ദേഹം പരസ്യമായി നടത്തി. അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചപ്പോൾ ജി സുധാകരൻ പറയാനുള്ളതും കേട്ടിരുന്നുവെന്നും ഉയർന്ന അച്ചടക്ക നടപടി വേണമെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയെങ്കിലും അമ്പലപ്പുഴയിൽ പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചതും സുധാകരന്റെ ദീർഘകാല സേവനം പരിഗണിച്ചാണ് പരസ്യ ശാസനയിൽ ഒതുക്കിയതെന്നുമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട്. നിലവിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ, ജില്ലയിൽ നിന്നുള്ള പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ എന്നിവർ ഒരുമിച്ച് സുധാകരനെതിരെ നീങ്ങുന്നതിന്റെ പ്രതിഫലനമാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിന്നിലെന്നാണ് സുധാകരപക്ഷ നേതാക്കൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ വിഷയമുയർത്താനും സജി ചെറിയാനെ ചുറ്റിപ്പറ്റി വരുന്ന ആരോപണങ്ങളിൽ തെളിവ് സഹിതം പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകാനുമാണ് അവരുടെ നീക്കമെന്ന് പറയപ്പെടുന്നുണ്ട്. കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടികളുടെ ഇടപാടും മറ്റ് ക്രമക്കേടുകളും മന്ത്രി എന്ന നിലയിൽ നടത്തുന്ന വഴിവിട്ട പ്രവർത്തനവും അതിന് കുടപിടിക്കുന്ന ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പിന്തുണയും തുറന്നു കാട്ടുന്ന തരത്തിലുള്ള പരാതി നൽകാനാണ് സുധാകര പക്ഷത്തിന്റെ തീരുമാനം. H. സലാമിനെതിരായ ആരോപണങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയേറെയാണ്. ആലപ്പുഴ ജില്ലയിൽ CPM-ൽ രൂപപ്പെട്ടിരിക്കുന്ന വടംവലി പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് CPM സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്.